അല്ല, എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ ഒരു വിജയം ഉണ്ടാക്കിയത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് വ്യക്തികളുടെ വിജയമാണ്, അല്ലെങ്കിൽ ബി ജെ പിക്ക് അതിൽ പങ്കില്ല, എൻ ഡി എക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ പറഞ്ഞോട്ടെ അരുൺ, ഞാൻ പറഞ്ഞോട്ടെ. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിലെ മുന്നണിക്കും സ്ഥാനാർത്ഥികൾക്കും എല്ലാം അതിനുള്ള പങ്കുണ്ടാവും. ആ പങ്ക് എല്ലാവരും നിർവഹിക്കുമ്പോഴാണ് ജയിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടിയുടെ മാത്രം കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ മാത്രം കഴിവുകൊണ്ടോ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ പല മണ്ഡലങ്ങളും ആ രീതിയിലെടുത്ത് പരിശോധിച്ച് നോക്കാൻ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇത് കേരളത്തിൽ എൻ ഡി എ കാലുകുത്തില്ല, വട്ടപൂജ്യമായിരിക്കും, ഒരിക്കലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് 35% വോട്ട്, 31% വോട്ട്, 28% വോട്ട്, 25% വോട്ട്. ഇത് തൃശ്ശൂർ മാത്രമല്ല ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്ത് 35% വോട്ട് നേടാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞിട്ട് ഒരു നിസ്സാര വോട്ടിനാണ് നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൻ്റെ കാരണം അരുൺകുമാർ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൻ്റെ MLA-മാരുണ്ടായിരുന്ന സ്ഥലത്ത് CPM എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? കഴക്കൂട്ടത്ത് എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? നേമത്ത് എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? നെയ്യാറ്റിൻകര എങ്ങനെ 2-ാം സ്ഥാനത്ത് പോയി? തിരുവനന്തപുരം മണ്ഡലത്തിൽ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? ഇതൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ പറയും ഞങ്ങളുടെ അടവ് നയമാണ്, BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രീതിയിൽ തൃശ്ശൂരിൻ്റെ വോട്ടിൻ്റെ വിശകലനം വരുമ്പോൾ മാത്രം കോൺഗ്രസ് NDAക്ക് വോട്ട് ചെയ്തു എന്നുള്ള നിലയിലെടുക്കരുത്. ഞങ്ങൾ എല്ലാ മണ്ഡലം നിങ്ങളെടുത്ത് പാർലമെൻറ്റ് മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, നിങ്ങൾ പൊതുവിൽ പരിശോധിച്ച് നോക്കിയാൽ UDF-ന് കഴിഞ്ഞ 2019 വോട്ട് ശതമാനത്തെക്കാൾ ഇപ്പോൾ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 47% കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പം 45% ആയിട്ടുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വോട്ട് കുറവ് വന്നിട്ടുണ്ട്. എല്ലാ മുന്നണിക്കും 2-3% വോട്ട് കുറയുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി വോട്ട് വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം 19% കൂടുതൽ വോട്ട് ഞങ്ങൾ നേടി. അത് കേരളത്തിൽ ഞങ്ങൾ നിരന്തരമായി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു പരാജയം കൊണ്ടൊന്നും ഞങ്ങൾ മുന്നോട്ട് പോകില്ല. ഓരോ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് വിശ്വസിച്ച് തന്നെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇത് വ്യക്തിയുടെ പ്രഭാവമാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് വില കുറച്ച് കാണിക്കണ്ട. പാർട്ടിയും സ്ഥാനാർത്ഥിയും മുന്നണിയും എല്ലാം കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ നിലയിലെത്തിയത്. 11 അസംബ്ലി മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്തെത്താനും ഏകദേശം 8ഓളം അസംബ്ലി സ്ഥാനത്ത് 2-ാം സ്ഥാനത്തെത്താനും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് മുന്നണികളുടെയും വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, BJP വോട്ട് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദി പ്രഭാവം ഒരു വശത്ത്, സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു വശത്ത്, 2 കേന്ദ്രമന്ത്രിമാർ കാടിളക്കിയുള്ള പ്രചരണം നടത്തുന്നത് മറുവശത്ത്, ഇതൊക്കെ വന്നിട്ടും ആകെ നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നത് 3.9% വോട്ടാണ്. നിങ്ങൾക്ക് ഇത്രയും അധികം മെഷീനറി ചലിച്ചു കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അരുൺ ശതമാനമല്ല, നിങ്ങൾ തിരുവനന്തപുരത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. അവസാന റൗണ്ട് വരെ ഞങ്ങൾ 20-25% വോട്ടിന് 25,000 സംഭവിച്ച അതേ കാര്യമല്ലേ 2024 സംഭവിച്ചിട്ടുള്ളൂ. അതിനപ്പുറം എന്താ സംഭവിച്ചിട്ടുള്ളത്? അതിനേക്കാൾ അല്ലല്ല. ആ സമയത്ത് CPM-ന്റെ വോട്ട് എത്ര? ഇപ്പൊ എത്ര വോട്ട്? നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് എത്ര തിരുവനന്തപുരത്ത്? ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ഉണ്ടായിരുന്നു? ഞാൻ അസംബ്ലി ബേസിലാണ് പറഞ്ഞത്. അസംബ്ലി ബേസിലാണ് ഞാൻ ചോദിച്ചു. വട്ടിയൂർക്കാവിൽ CPM-ന്റെ MLA ആണല്ലോ പ്രശാന്ത്. ഇപ്പൊ അവിടെ 3-ാം സ്ഥാനം പോയത് എങ്ങനെയാ? കഴക്കൂട്ടം CPM-ന്റെ MLA ആണല്ലോ, ഇപ്പൊ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയത്? നേമം CPM-ന്റെ MLA ആണല്ലോ, എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയത്? നെയ്യാറ്റിൻകര എങ്ങനെ 2-ാം സ്ഥാനത്ത് പോയത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് 2019 കുമ്മനം രാജശേഖരൻ ലീഡ് എല്ലാ നിങ്ങൾ എപ്പോഴും പറയുന്നതാണല്ലോ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എത്ര അസംബ്ലി മണ്ഡലത്തിനകത്ത് 1-ാം സ്ഥാനം ഉണ്ടായിരുന്നത്? ഇപ്പോൾ എത്രയാണ് ഉള്ളത്? 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും എത്ര സ്ഥലത്താണ് ഉള്ളത്? അപ്പോൾ ആ നിലയിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റും ഈ പാർലമെൻറ്റുകളും നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ 15% വോട്ടുണ്ടായിരുന്നത് 19% വർദ്ധിച്ചില്ല. BJPക്ക് മാത്രം ഉണ്ടായിരുന്നത് 13%.
അത് എൻ ഡി എ കൂടി ചേരുമ്പോഴാണ് 16% ആവുന്നത്. ഞാൻ മുന്നണിയാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ ഡി എ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം എൻ ഡി എക്ക് 3.9% വോട്ട് വർദ്ധിച്ചു. എൻ ഡി എ തന്നെ പറയുന്നത് 16% 19.1%-ലേക്ക് വർദ്ധിച്ചു. ഞാൻ അതേ തിരുവനന്തപുരം ഞാൻ നിങ്ങൾ ഒരു കണക്കെടുക്കൂ. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് എത്ര ശതമാനം വോട്ടാണുള്ളത്? 35%. ആറ്റിങ്ങൽ കഴിഞ്ഞ CPM LDF എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു? NDA ഇപ്പൊ എത്ര ശതമാനം ഉണ്ട്? വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. ആലപ്പുഴ പക്ഷേ അത് മതിയോ എന്നതാണ് എന്റെ ചോദ്യം. പിന്നെ അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നേട്ടമുണ്ടാക്കി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആശ്വസിക്കുന്നതിനെ കുറിച്ച് അവിടെ റബ്ബർ വിട്ടതുപോലെ തിരിച്ചു പോവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്ന പൂരമല്ലേ? അത് ആവർത്തിക്കില്ല എന്നാണ്. അതായത് ഇപ്പോൾ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലും BJP നേടിയിരിക്കുന്ന ലീഡ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലും നിങ്ങൾ ആവർത്തിക്കുമെന്നാണോ ഈ പറയുന്നത്? 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നത് 1ാം സ്ഥാനത്തേക്ക് വരുമെന്നതാണോ നിങ്ങൾ പറയുന്നത്? അതിൽ കൂടുതൽ നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾ ആവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. പക്ഷേ അതിന് നിങ്ങളുടെ മുന്നിൽ ഒരു സുരേഷ് ഗോപി ഇനി ഇല്ലല്ലോ. സുരേഷ് ഗോപി അല്ലേ കേരളത്തിലുള്ളൂ. രണ്ടാമതൊരു സുരേഷ് ഗോപി ഇല്ലല്ലോ. സുരേഷ് ഗോപി നമ്പർ 2 ജൂനിയർ സുരേഷ് ഗോപി ഇല്ലല്ലോ. നിങ്ങൾ സുരേഷ് ഗോപി മാത്രമാണോ ജയിച്ച സ്ഥാനാർത്ഥിയാണ്? ജയിച്ചത് സുരേഷ് ഗോപി മാത്രമാണ്. അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കി. ജയിച്ചത് സുരേഷ് ഗോപി മാത്രമാണ്. ആയിക്കോട്ടെ. എങ്കിൽ പിന്നെ നിങ്ങൾ ആ കണക്കിൽ LDF എത്രയാ സീറ്റ്? കേരളത്തിൽ എത്രയാ സീറ്റ്? ഞങ്ങളും LDF-ഉം ഒരേപോലെ അല്ലേ? 8 സീറ്റിന്റെ വ്യത്യാസം. നേട്ടം പോയത് UDF ആണ്. ഒരേ MP ആണ്. ഞങ്ങൾക്ക് BJP കൊണ്ട് നിങ്ങൾ പാർലമെന്റിൽ വേറെയാണ്, പാർലമെന്റും സ്റ്റൈൽ വേറെയാണ്, അസംബ്ലി മാറ്റമാണെങ്കിൽ കേരളത്തിൽ LDF-നൊപ്പമാണ് BJP എന്ന് പറയാൻ നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയൂ, അല്ലെ തൻ്റെ അടുത്തോടു കൂടി പറയൂ. ഈ ഓരോ അസംബ്ലിയിലെ പാറ്റേൺ വേറെയാണ്, പാർലമെന്റിലെ വേറെയാണെന്ന് പറയാൻ ഞാൻ സംഭവിച്ചു. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് നോക്കാം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനതിനെ തള്ളിക്കളയുന്നില്ല. 3% വളർച്ച നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു. കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ PC തോമസിനേക്കാൾ നിങ്ങൾക്ക് അഭിമാനകരമായ വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. Debate with Arun Kumar.